ഹായ്, ഹോളിവുഡിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ഡയറക്ടർ ബെൻ അഫ്ലെക് സംവിധാനം ചെയ്ത ഒരു കിടിലൻ ത്രില്ലർ പടമാണ് ആർഗോ. ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് 2012 ഈ സിനിമ ഇറങ്ങിയത്. 2012 ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ള ഏതാണ്ട് എല്ലാ സിനിമകളെയും സ്വാധീനിച്ചിട്ടുള്ള ഒരു എപ്പിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഈ പടത്തിന് 3 ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മികച്ച സിനിമ, ഏറ്റവും മികച്ച അഡോപ്റ്റഡ് സ്ക്രീൻ പ്ലേ, അതുപോലെ തന്നെ ഏറ്റവും മികച്ച എഡിറ്റിംഗ്. ഇങ്ങനെ 3 ഓസ്കാർ അവാർഡുകൾ നേടിയ ഒരു നല്ലൊരു കിടിലൻ സിനിമയാണ് ആർഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർഗോയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് 1970കളിലാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇറാനാണ് ഈ സിനിമ നടക്കുന്ന ഒരു ടെറൈൻ എന്ന് പറയുന്നത്. പക്ഷേ 70-ന് ശേഷമുള്ള കഥയാണെങ്കിൽ പോലും 1950-ലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം എണ്ണ സമ്പുഷ്ടമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ എണ്ണപ്പാടങ്ങൾ, ഇറാനിലെ എണ്ണപ്പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ബ്രിട്ടൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെ കണ്ടറിലായിരുന്നു. അപ്പോൾ 1950-ൽ ഇറാനിലെ ജനങ്ങൾ എന്ത് ചെയ്യും, ഒരു നേതാവിനെ, മുഹമ്മദ് മൊസാദെ എന്ന് പറയുന്ന വളരെ സെക്യുലർ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് ഇറാനെ ഭരിക്കാനായിട്ട് ഏൽപ്പിക്കും. അപ്പോൾ മൊസാദ് എന്ത് ചെയ്യും, ഈ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ കയ്യിലുണ്ടായ എണ്ണപ്പാടങ്ങൾ നാഷണലൈസ് ചെയ്യും. അപ്പോൾ നാഷണലൈസ് ചെയ്യുന്ന സമയത്ത് അറിയാലോ, ആ എണ്ണ വിറ്റ് കിട്ടുന്ന എല്ലാ പൈസയും ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ രാജ്യത്തെ ജനങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പച്ച പിടിച്ച് സമാധാനമായിട്ട് പോകുന്ന സമയത്ത് അമേരിക്കയ്ക്കും ബ്രിട്ടനും സ്വാഭാവികമായിട്ട് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ 1983-ൽ അമേരിക്കയും ബ്രിട്ടനും കൂടി എന്ത് ചെയ്യും, നമ്മുടെ മൊസാദയുടെ ഗവൺമെൻറ്റിനെ തകർത്തുകൊണ്ട് പെഹ്ലാവി ഷാ എന്ന് പറയുന്ന, അത് റസ പെഹ്ലാവി ഷാ എന്ന് പറയുന്ന ഒരാളെ അവിടെ ഭരിക്കാനായിട്ട് ഏൽപ്പിക്കും. അതായത് മൊസാദയെ മൊത്തത്തിൽ അവിടെ നിന്ന് അടിച്ചോടിച്ചതിന് ശേഷം ഈ പറയുന്ന ഷായെ കൊണ്ടുവന്ന് അമേരിക്കയും ബ്രിട്ടനും ഇറാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും, അല്ലെ, ഇറാനെ ഷായുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നീട് അങ്ങോട്ടേക്ക് ഷായുടെ ഭരണമാണ്. ഷാ എന്ന് പറയുന്നത് വളരെ മോശം ഭരണാധികാരിയായിരുന്നു. അയാൾ വളരെ കുപ്രസിദ്ധിയുള്ളൊരു നേതാവാണ്. അയാളുടെ ഭരണം എന്ന് പറയുന്നത് കംപ്ലീറ്റ് അഴിമതിയായിരുന്നു. അയാളുടെ എല്ലാ വളരെ മോശമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അയാൾ നടത്തിക്കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ തന്നെ ഇയാൾ എന്ത് ചെയ്തു, ഇറാനെ കംപ്ലീറ്റ് ആയിട്ട് വെസ്റ്റേണൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, പാശ്ചാത്യവൽക്കരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇറാനിലെ ജനങ്ങളെ അറിയാമല്ലോ, അതായത് ഷിയ മുസ്ലിങ്ങൾക്ക് മെജോറിറ്റി ഉള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇവരുടെ ഈ ഒരു വെസ്റ്റേണൈസേഷനൊന്നും അവിടെയുള്ള യാഥാസ്ഥിതികരായിട്ടുള്ള മതവിശ്വാസികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നാട്ടുകാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഷാക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഷാക്കെതിരെ സമരം ചെയ്ത് അത് ഏറ്റവും പീക്കിലെത്തി നിൽക്കുന്ന സമയത്ത് ഈ ഷാക്ക് ക്യാൻസർ വരും. അപ്പോൾ ഇയാൾ ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നേരെ അമേരിക്കയിലേക്ക് പോകും. അത് ആക്ച്വലി ഒരു എസ്കേപ്പിംഗ് ആയിരുന്നു. അതായത് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം നേടുന്നത് പോലെ ഉള്ളൊരു പ്രവൃത്തിയായിരുന്നു അത്. അല്ലെങ്കിൽ ആൾക്ക് നാട്ടിലേക്ക് വേണ്ടി പറ്റില്ല, ഈ ആൾക്കാരെല്ലാം ഇവരെ തല്ലിക്കൊല്ലുമല്ലോ ഈ പറയുന്ന ഷായെ. അപ്പോൾ ഇയാൾ അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 79-ൽ ഇറാനിലേക്ക് ആര് വരുന്നത്, ആയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന ഒരു മതമൗലിക നേതാവ് വരുന്നത്. അപ്പോൾ ഈ ഖൊമൈനിയെ കുറിച്ച് ഒരു സ്റ്റോറി ഉണ്ട്, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല, എന്തായാലും മനസ്സിലാക്കുക. ഇറാനിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മതമൗലിക നേതാവാണ് ഈ പറയുന്ന ആയത്തുള്ള ഖൊമൈനി തിരിച്ച് ഇറാനിലേക്ക് വരും. ഓക്കെ, പിന്നെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഷാ അമേരിക്കയിൽ സെറ്റ് ആയിട്ടുണ്ട്, അയാൾ അങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടു, ഖൊമൈനി തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ഖൊമൈനിയുടെ അനുയായികളായിട്ടുള്ള ആളുകളൊക്കെ നാട്ടിൽ വലിയ സമരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ പോലും ആ ഗവൺമെൻറ്റിന് പാരലായിട്ട് തന്നെ ഈ പറയുന്ന ആയത്തുള്ള ഖൊമൈനിയുടെ ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ ഖൊമൈനിയുടെ അനുയായികളുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത് അമേരിക്കൻ എംബസിയിലേക്ക് വരും, ഇറാനിലെ അമേരിക്കൻ എംബസിയിലേക്ക് വരും. അതായത് ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഈ ഷായെ തിരിച്ച് ഇറാനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വിചാരണ നേരിട്ട് അയാളെ തൂക്കിക്കൊല്ലണം. അതാണ് ഈ സമരക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സമരം ചെയ്ത് ഈ പറയുന്ന ആളുകളൊക്കെ അമേരിക്കൻ എംബസിയിലേക്ക് ഇടിച്ചു കയറും, എംബസിയൊക്കെ തകർക്കും. അപ്പോൾ എംബസിയിൽ അമേരിക്കക്കാരായിട്ടുള്ള ജീവനക്കാരുണ്ടാവുമല്ലോ, അതിൽ 6 ജീവനക്കാരെന്ത് ചെയ്യും, അമേരിക്കൻ എംബസിയിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ കനേഡിയൻ എംബസിയിൽ പോയിട്ട് ഒളിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന എംബസി ജീവനക്കാരായിട്ടുള്ള അമേരിക്കക്കാരെ രക്ഷിച്ച് തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആര് വരും, നമ്മുടെ ഹീറോ വരും. ടോണി മെൻഡസ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ബെൻ അഫ്ലെക് ആണ്. അതിനുശേഷമാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കിടിലമായിട്ടുള്ളൊരു സിനിമയാണ്. 1970-80കളിലെ ഇറാനിലെ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഒക്കെ അത്യാവശ്യം നോക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഇറാനൊക്കെ ആയിട്ട് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, ഇറാൻ പാകിസ്ഥാൻ, അതുപോലെ തന്നെ ഇറാൻ അമേരിക്ക, ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ മികച്ചൊരു പൊളിറ്റിക്കൽ മൂവി കൂടിയാണ് ആർഗോ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ വരും, ബെൻ അഫ്ലെക്കിൻ്റെ ടോണി മെൻഡസ് വരും. അപ്പോൾ ഈ 6 ആൾക്കാരെ എന്ത് ചെയ്യണം, ഇറാനിലെ കനേഡിയൻ എംബസിയിൽ ഒളിച്ചിരിക്കുന്ന ഈ 6 ആൾക്കാരെ തിരിച്ച് അമേരിക്കയിലേക്ക് രക്ഷപ്പെടുത്തണം. അപ്പോൾ ഇവർക്കൊരു ഫോഴ്സിനെ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാനെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അവർ കാനഡയുടെ എംബസിയുടെ അകത്താണുള്ളത്. അങ്ങനെ എന്ത് ചെയ്യും,
ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു സ്റ്റോറി ഉണ്ടാക്കും. അതായത് ഇറാനിൽ വന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. കനേഡിയൻസ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു ഫുൾ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കും. ആ സ്ക്രിപ്റ്റിൻ്റെ പേരാണ് ആർഗോ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സ്ക്രിപ്റ്റും കൊണ്ട് നമ്മുടെ ബെൻ അഫ്ലെക്ക് ഇറാനിലൊക്കെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ സ്പോട്ട് ചെയ്യണം. അതായത് ലൊക്കേഷനൊക്കെ നോക്കണമല്ലോ. അങ്ങനെ ലൊക്കേഷനൊക്കെ നോക്കാൻ വരുന്ന വഴിക്ക് ഈ കാനഡയുടെ എംബസിയിൽ കയറിയതിന് ശേഷം ആളുകളൊക്കെ പറഞ്ഞ് ഈ 6 ആൾക്കാരെയും കണ്ടിട്ട് ഇവരോട് ഇവരുടെ പദ്ധതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് രക്ഷപ്പെടലാണ്. ഓക്കെ, അപ്പോൾ രക്ഷപ്പെടുക എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ സർവൈവൽ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ വലിയ വെടിവെപ്പോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ത്രില്ലടിച്ച് കാണാൻ വേണ്ടി പറ്റിയ ഒരു കിഡിലൻ ത്രില്ലർ മൂവി തന്നെയാണ് ആർഗോ എന്ന് പറയുന്നത്. വലിയ ബഹളങ്ങളൊന്നുമില്ല, പക്ഷേ വളരെ നീറ്റായിട്ട് വളരെ നൈസായിട്ട് സിനിമ ആകെ 2 മണിക്കൂറേ ഉള്ളൂ. സിനിമ അവസാനിക്കുന്നത് വരെ നമുക്ക് ആ ത്രില്ല് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു കിടിലമായിട്ടുള്ളൊരു സിനിമയാണ് ആർഗോ. അപ്പോൾ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആർഗോ ഡയറക്റ്റഡ് ബൈ ബെൻ അഫ്ലെക്ക്.